ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയും കാറ്റുമൊക്കെ എല്ലായിടത്തും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമെന്ന് കരുതി കേട്ടോ. ഗ്യാസ് അടുപ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ ഗ്യാസ് അടുപ്പാന്ന് ആരും കരുതരുതേ. പഴയ ഗ്യാസ് അടുപ്പാണ്, ഒത്തിരി പഴയ ഗ്യാസ് അടുപ്പാണ്. 24 വർഷം പഴക്കമുണ്ട്. എൻ്റെ ഗ്യാസിന് 24 വർഷം പഴക്കമുണ്ട്. നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ കാണും 24 വർഷം പഴക്കമല്ല, അത്രയധികം കൂടുതലൊക്കെ ഉള്ളത് കാണും. അതെനിക്കറിയത്തില്ല. എന്നാലും ശരി, 24 വർഷം എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് വലിയ കാലയളവാണ്. അപ്പം ഞാനത് വളരെ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വരുമായിരുന്നു. ഇതിനിടയ്ക്ക് 3-4 പ്രാവശ്യമൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മളത് മാറ്റാമെന്ന് വിചാരിക്കുമ്പോൾ ഇത് നന്നാക്കാൻ വരുന്നവർ പറയും, വേണ്ട, എന്തിനാ ഇപ്പം ഇത് മാറുന്നത്, നല്ലതല്ലേ, ഇതിൻ്റെ ബോഡി പോലത്തെ ഒക്കെ ഉള്ളത് ഇപ്പം ഇനിയിപ്പോൾ കിട്ടാൻ പ്രയാസമാണ്, ഇപ്പം വാങ്ങിക്കുന്നതിനൊക്കെ ഗ്യാരണ്ടി വളരെ കുറവാണ്, പെട്ടെന്ന് പോകും, അതാണ് ഇത് നമ്മൾ കഴിയുന്നത്ര മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്ന് പറയും. അപ്പം ഞാനും വിചാരിക്കും, വേണ്ട, എന്തിനാ വെറുതെ ഇത്രയും പൈസ കൊടുത്ത് വീണ്ടും വാങ്ങിക്കണ്ടല്ലോ, ഇത് പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിപ്പം 10-24 വർഷമായി. വലിയ പറയത്തക്ക യാതൊരു കുഴപ്പമില്ല കേട്ടോ ഗ്യാസിന്. ചില സമയത്ത് ഫ്ലെയിമിൽ ചില വ്യത്യാസം വരും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അന്നേരം ഞാൻ അതിൻ്റെ ബർണറൊക്കെ ഊരി, അതിൻ്റെ കുഴലൊക്കെ, അതിൻ്റെ പൈപ്പൊക്കെ ഉണ്ടല്ലോ ഗ്യാസ് വരുന്നത്, അതെല്ലാം ഊരി ഒന്ന് ക്ലീൻ ചെയ്ത് ബർണറൊക്കെ ഒന്ന് കഴുകി തുടച്ച് അതിൻ്റെ ആ ദ്വാരത്തിൽ കൂടെ ചെറിയ കമ്പിയൊക്കെ കയറ്റി അത് വൃത്തിയാക്കിയൊക്കെ എടുക്കുവേ. അപ്പം വീണ്ടും ഫ്ലെയിമെല്ലാം ശരിയാവും. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം അതിൻ്റെ പ്ലേറ്റ് മാറുകയും അതിൻ്റെ തട്ട് മാറുകയും അങ്ങനെയൊക്കെ ചെയ്യും. ബർണർ 2 പ്രാവശ്യം മാറിയിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഞാനെടുത്ത് എൻ്റെ രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും മാറ്റുമോ പാർട്സ് ഒന്നും മാറ്റിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണുന്നുണ്ടായിരിക്കും, എൻ്റെ ഗ്യാസിൻ്റെ ആ പ്ലേറ്റിനൊക്കെ ഭയങ്കര ബ്ലാക്ക് കളറുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒന്ന് മാറണം എന്ന്. പക്ഷേ വെളിയിലോട്ട് പോകുമ്പോഴൊക്കെ മറന്നു പോകും. അത്ര പ്രധാനപ്പെട്ട കാര്യമല്ലാത്ത കാരണം അങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇന്ന് ഞാൻ വെളിയിലോട്ട് പോയപ്പോൾ ഇതുകൂടെ വാങ്ങിക്കാമെന്ന് കരുതി അതുകൂടെ എടുത്തുകൊണ്ടാണ് പോയത്. അപ്പം അതിൻ്റെ കടയിൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചതും ഇത് ഞാൻ എന്താണ് ഇത് ചെയ്യാൻ പോകണമെന്നൊക്കെയുള്ള വീഡിയോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാസ് അടുപ്പ് എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഇനിയിപ്പോൾ അതിൽ എന്താണ് ചെയ്യാൻ പോകണമെന്നും നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം നമുക്കത് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഗ്യാസ് അടുപ്പ് എത്ര വർഷമായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ പോലെ ഒരുപാട് വർഷങ്ങളായ ഗ്യാസ് അടുപ്പുള്ളവരാണെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ. എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കാണാം. ബാ. ഞാനിവിടെ അടുത്ത് തന്നെ വളഞ്ഞവഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാണ് ഇതിൻ്റെ ഈ പാർട്സുകൾ വാങ്ങിച്ചത്. അവിടെ എല്ലാം ഇങ്ങനെ മിക്സിയുടെ അതിനൊക്കെ കുക്കറിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ പാർട്സുള്ള ഒരു കടയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഇതിൻ്റെ അളവ് കൊണ്ടാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നത് കാണിച്ചു. അപ്പോൾ അവിടുത്തെ എടുത്തു തരുന്ന ആൾ എല്ലാം എടുത്തു തന്നേ. അപ്പോൾ ഞാൻ കാണിച്ച പോലത്തെ മോഡൽ അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ അതുപോലത്തെ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം കാണിച്ച ഈ പാൻ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ആദ്യം കാണിച്ചത് ഒരു ഇരുമ്പിൻ്റെ ആയിരുന്നേ. അപ്പോൾ അത് പുള്ളി പറഞ്ഞു അത് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഗ്യാസിൻ്റെ ഫ്ലെയിം വന്നു കഴിയുമ്പോൾ അത് ഉരുകി ആ ബ്ലാക്ക് കളറൊക്കെ പോകും, പിന്നെ ഇരുമ്പ് പോലെ തന്നെ ആവുമെന്ന് പറഞ്ഞു. സ്റ്റീലിൻ്റെ ഉണ്ട്, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്റ്റീലിൻ്റെ നോക്കാം എന്ന് കരുതി. സ്റ്റീലിൻ്റെ നോക്കിയപ്പോൾ എനിക്ക് അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സ്റ്റീലിൻ്റെ വാങ്ങിക്കാമെന്ന് കരുതി. ഒരുപാട് വിലയൊന്നുമില്ല. സ്റ്റീലിൻ്റെതിന് 100 രൂപ ഒരെണ്ണത്തിന്, അതുപോലെ മറ്റേതിന് 80 രൂപ. അപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോകത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ പറയുന്നത് നേരത്തെ ആദ്യം ഉള്ളത് പോലത്തെ ഒരു ഗ്യാരണ്ടി ഇതിന് കാണത്തില്ല എന്തായാലും. പിന്നെ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഗ്യാസ് ഒത്തിരി അങ്ങ് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എന്തായാലും അത് എടുത്തു. പിന്നെ ദേ ആ പ്ലേറ്റ് അതും നോക്കിയേ. അപ്പോൾ അതിൻ്റെ ഒറിജിനലും ഉണ്ടായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടായിരുന്നു. ഒറിജിനലിന് 80 രൂപ, ഡ്യൂപ്ലിക്കേറ്റിന് 60 രൂപ. പക്ഷേ ഒറിജിനൽ വാങ്ങിക്കണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ അത് വാങ്ങിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗ്യാസിൻ്റെ ബർണറിൻ്റെ വലിപ്പം തന്നെയുണ്ട് ആ പ്ലേറ്റിൻ്റെ വട്ടത്തിന്. അപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു, മറ്റേതാണ് എടുത്തത്. അപ്പോൾ പാൻ സപ്പോർട്ട് 3 വാങ്ങിച്ചു, ഈ പ്ലേറ്റ് 3 വാങ്ങിച്ചു. വേറൊന്നും ചെയ്യാനില്ല എനിക്ക്, ഇത് മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചു.
വാങ്ങിച്ച് പിന്നെ വേറൊന്നും നോക്കാനില്ല, ഞാൻ നേരെ വീട്ടിലോട്ടങ്ങ് പോയേക്കാമെന്ന് കരുതി. വീട്ടിൽ ചെന്നിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്യാസ് അടുപ്പ്. ഞാൻ ഇതിൽ പാചക വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതേ കണ്ടോ, ബ്ലാക്ക് കളറൊക്കെ വീണിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇതിനൊക്കെ കളർ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിനൊക്കെ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അതുപോലെ തന്നെ ചെറുതായിട്ട് പൊട്ടിക്കീറാനൊക്കെ തുടങ്ങി. ഇതും അതുപോലെ തന്നെ ഇച്ചിരി നിങ്ങൾ കാണുമ്പോൾ അയ്യേന്ന് വെക്കരുത് കേട്ടോ. കാരണം നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ, ഞാനൊന്നും അങ്ങനെ കളയാറില്ല, കഴിയുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ നോക്കും. ഇതൊക്കെ ഇങ്ങനെ പോയി കേട്ടോ, അന്നേരം ഞാനിത് മാറാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതൊന്ന് മാറി ഇതിന് വാങ്ങിച്ചു ഒന്ന് നമുക്കിടാം. എങ്ങനെയുണ്ട് എൻ്റെ ഗ്യാസ് അടുപ്പ്, കൊള്ളാവോ? അപ്പോൾ അതെ, ഞാനിന്ന് കടയിൽ പോയപ്പം അതെടുക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ. അതെ, അതാണ് ഇത്. വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതെ, ഞാൻ എടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എടുക്കുന്നത്. ഇതേ കണ്ടോ, ഇത് സ്റ്റീലിൻ്റെയാണ്. ഇതിപ്പോൾ കിട്ടാനില്ലെന്നാണ് പറയുന്നത്. ഈ സാധനം ഇത് വാങ്ങിച്ചത് എനിക്ക് ഇതുപോലത്തെ ആയിരുന്നു ഇഷ്ടം, പക്ഷേ ഇതേ ഉള്ളൂ ഇപ്പോൾ ഇതേ വരുന്നുള്ളെന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇതാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഇത് ഒരെണ്ണം കൂടെ മൂന്നടുപ്പിൻ്റെ ഗ്യാസ് അന്നേരം ഇതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട് 3 അതെ. അപ്പം നമുക്കിനി ഇത് ഇതേലൊന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇതിൽ വെക്കാം. എൻ്റെ മറ്റേ അതിന് കമ്പി ഒരു സ്വല്പം പൊട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് ഇളക്കുമ്പം ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു, ടൊട്ടെന്ന്. അത് കേൾക്കുമ്പോഴേ ഞാൻ മാറണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയത് അന്നേരമായിരുന്നു. പക്ഷേ കടയിൽ വെളിയിലോട്ടൊക്കെ പോകുമ്പോഴേ മറന്നു പോകും. നമ്മളിതിനെ അത്ര പ്രധാനമായിട്ട് കരുതിയില്ല, അപ്പോൾ പെട്ടെന്ന് ഓർക്കത്തില്ല, അതാ സംഭവിച്ചത്. അപ്പോൾ അതെ, നമ്മുടെ ഗ്യാസ് അടുപ്പ് കണ്ടോ, അങ്ങനെയുണ്ട്, കൊള്ളാവോ? പുതിയതായിട്ട് തന്നെ തോന്നുന്നില്ലേ? എന്നാലും പുതിയതായിട്ട് തോന്നിയില്ലല്ലോ, ഒരു 24 വർഷം പഴക്കം പറയുമോ ഈ ഗ്യാസ് അടുപ്പിന്? ഇത് ഞാൻ ഉപയോഗം കഴിഞ്ഞിട്ട് ഇത് ഞാൻ എന്തോ ചെയ്യുന്നതെന്നൂടെ പറയട്ടെ. ഇത് ഞാൻ രാവിലെ എല്ലാ ദിവസവും വൈകുന്നേരം ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരം എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ച് ഇടുവേ. എല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടതിന് ശേഷമേ ഉറങ്ങാൻ പോകത്തുള്ളൂ. പിന്നെ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞിട്ടാണേലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഇതിലൊക്കെ എന്തെങ്കിലും വീഴുമല്ലോ ഇങ്ങനെ, അതെല്ലാം അന്നേരം തന്നെ തുടച്ച് വൃത്തിയാക്കും. പിന്നെ ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പം, 2-3 ആഴ്ചയല്ല, ചില സമയത്ത് ഈ ബർണറിൽ ഇങ്ങനെ ചുമന്ന തീ വന്നിട്ട് കറുപ്പ് കളർ കരി പോലെ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇത് ഊരിയെടുത്ത് ഇത് വൃത്തിയായിട്ട് തേച്ച് കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുവേ. അതുപോലെ തന്നെ അതിനകത്ത് ഈ ദ്വാരമില്ലേ, അതിലൊക്കെ ഇങ്ങനെ അഴുക്കുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചെറിയ ഇതുണ്ട്, സൂചി പോലത്തെ കമ്പിയുണ്ട്. അത് അതിനകത്തൂടെ കയറ്റി ഇറക്കി കഴിയുമ്പോൾ ഇതിനകത്തെ കരിയും കാര്യങ്ങളും എല്ലാം പോവും. അപ്പോൾ ഇതിനകത്ത് നല്ല ഫ്ലെയിം ആയിരിക്കും കിട്ടുന്നത്. ഈ 3 അടുപ്പും നല്ല ഫ്ലെയിമിൽ തന്നെ എപ്പോഴും കത്തുന്നത്. പിന്നെ എന്തെങ്കിലും അതുപോലെ അടുപ്പ് കത്താതിരിക്കും, ഒല്ലേൽ ഫ്ലെയിം കുറവായിട്ടൊക്കെ വരുന്ന സന്ദർഭങ്ങളിലാണ് ആരെങ്കിലും വിളിച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം 24 വർഷമായി ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. എനിക്കിവിടെ വേറെ അടുപ്പില്ല, വിറകടുപ്പ് ഞാൻ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഗ്യാസ് അടുപ്പം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂടെ വേണേ. അപ്പോൾ ഇത് കത്തിച്ചൂടെ കാണണ്ടേ. ചെറിയ അടുപ്പിന് ചെറിയ ഫ്ലെയിം അല്ലേ, കണ്ടോ? 3 നല്ല അടിപൊളിയായിട്ട് കത്തുന്നുമുണ്ട്. ഗ്യാസ് വെറുതെ പോകുന്ന കാണുമ്പോൾ സങ്കടമാണ് കേട്ടോ.
അപ്പോൾ ഓഫ് ചെയ്താലോ? ശരി, മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.